ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു മാതാപിതാക്കൾ ഒരു കുഞ്ഞിനെ ഒരു സ്കൂളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ അവരാഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞ് ശരീരം വളരുന്നതിനോടൊപ്പം തന്നെ പഠിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് പോകത്തക്ക രീതിയിൽ വിവരമുണ്ടാകണം, അല്ലെങ്കിൽ പക്വത ആർജിക്കണം എന്നൊക്കെയാണ്. അതായത് ഒരു കുഞ്ഞിനെ നമ്മൾ 1-ാം ക്ലാസ്സിൽ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവൻ എല്ലാ വർഷവും 1-ാം ക്ലാസ്സിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയല്ല, അവൻ എക്സാം എഴുതി പാസ്സായി അറിവ് ആർജിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് പോകണം എന്നുള്ളതിൻ്റെ ബേസിസിലാണ് നമ്മളൊരു കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്നത്. അതേപോലെ തന്നെയാണ് ആത്മീയമായ വളർച്ചയും. എല്ലാ കാലഘട്ടത്തും ആത്മീയമായി ശിശുക്കളായിരിക്കണം എന്നുള്ളതല്ല ദൈവത്തിന് തൻ്റെ വിശ്വാസികളെക്കുറിച്ചുള്ള ആഗ്രഹം. എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. ഹീബ്രൂസ് 5:12 onwards. For though by this time you ought to be teachers, you need someone to teach you again the first principles of the oracles of God, and you have come to need milk and not solid food. For everyone who partakes only of milk is unskilled in the word of righteousness, for he is a babe. But solid food belongs to those who are full age, that is, those who by reason of use have their senses exercised to discern both good and evil. ഇവിടെ എബ്രായർക്ക് ലേഖനം എഴുതിയിരിക്കുമ്പോഴത്തേക്കും പറയുകയാണ്, ഈ സമയം കൊണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ട രീതിയിലുള്ള ആത്മീയ പക്വത ഉള്ളവരാകേണ്ടതായിരുന്നു. പക്ഷെ നിങ്ങൾക്കതായിട്ടില്ല. ഇന്നും നിങ്ങൾ പാല് കുടിക്കാൻ മാത്രം കൊള്ളാവുന്ന രീതിയിലുള്ള പക്വതയെ നിങ്ങൾക്കുള്ളൂ. അതായത് കട്ടിയുള്ള ആഹാരം എടുക്കാനുള്ള പക്വത നിങ്ങൾക്കില്ല. ശരിയും തെറ്റും പോലും നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അറിവുണ്ടായിട്ടില്ല, ആത്മീയ അറിവുണ്ടായിട്ടില്ലെന്നാണ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. സോ വാട്ട് ഇറ്റ് ടെൽസ് us, every spiritual believer, every person who believes in Christ must know that they are supposed to be growing in their knowledge of Christ. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഓരോ ദിവസവും വളരണമെന്ന് എല്ലാ വിശ്വാസികളും ആഗ്രഹിക്കണം. എന്നും പാൽ മാത്രം കുടിച്ചുകൊണ്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആത്മീയമായി വളരാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും നിങ്ങൾ കർത്താവിലേക്ക് പോകുന്നത് നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും എന്നും നിങ്ങൾ കർത്താവിലേക്ക് പോകുന്നത് മെറ്റീരിയലായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയുമാണ് എങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവനും ശിശുവായി തന്നെ തുടരും. പക്ഷെ നിങ്ങൾ കർത്താവിലേക്ക് പോകുന്നത് കർത്താവെ അങ്ങേക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാനും ആ പദ്ധതി ഭൂമിയിൽ നിവർത്തിക്കാൻ വേണ്ടിയുമാണ് എങ്കിൽ ബ്രദർ സിസ്റ്റർ, യു വിൽ ഗ്രോ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. വേറൊരു വാക്യം നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയോട് പറയുന്നത് ഇങ്ങനെയാണ്. 1 Corinthians 3:1 onwards. And I, brethren, could not speak to you as to spiritual people, but as to carnal, as to babes in Christ. I fed you with milk and not with solid food, for until now you were not able to receive it, and even now you are still not able. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയോടുള്ളവർ പറയാണ്, നിങ്ങൾ ഇന്നും കട്ടി ആഹാരം കഴിക്കാനുള്ള പക്വതയിലേക്ക് വന്നിട്ടില്ല എന്ന്. യു ആർ സ്റ്റിൽ ഇൻ ദി പൊസിഷൻ ടു ഹാവ് ജസ്റ്റ് മിൽക്ക്. നിങ്ങൾക്ക് ഇതുവരെ ആത്മീയമായി പക്വത വന്നിട്ടില്ല എന്ന് ഓർക്കണം. കൊരിന്ത്യർ സഭയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരിക്കുന്നത് സകല കൃപാവരങ്ങളിലും തികഞ്ഞിരിക്കുന്നവരാണെന്നാണ്. നമുക്ക് കാണാൻ കഴിയും കൊരിന്ത്യർ സഭ എന്ന് പറയുന്നത് പ്രവചനാവരവും അന്യഭാഷാവരവും അങ്ങനെ ഒരുപാട് കൃപാവരങ്ങളുള്ള ഒരു സഭയാണ്. ബട്ട് സ്റ്റിൽ അപ്പോസ്റ്റൽ പോൾ ഈസ് സേയിങ് യു ആർ സ്റ്റിൽ എ ബേബ് ഇൻ ക്രൈസ്റ്റ്. ഇന്നും നിങ്ങൾക്ക് കട്ടി ആഹാരം കഴിപ്പാനുള്ള പക്വതയായിട്ടില്ല എന്ന്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് അപ്പോസ്തലനായ പൗലോസ് അതിൻ്റെ താഴെ തന്നെ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും അസൂയയും ഭിന്നതയും വഴക്കും, അപ്പോസ്തലനായ പൗലോസ് ആണോ വലുത് അപ്പോളോസ് ആണോ വലുതെന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വെറും ജഡീകരല്ലയോ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി അന്യഭാഷ പറയുന്നത് കൊണ്ടോ പ്രവചനം പറയുന്നത് കൊണ്ടോ ആത്മീയമായി പക്വത പ്രാപിച്ചു എന്ന് വിചാരിക്കാൻ തരമില്ല. സോ ദി ക്രൈറ്റീരിയ ഓഫ് സ്പിരിച്വൽ മെച്യൂരിറ്റി ഈസ് നോട്ട് ബേസ്ഡ് ഓൺ how well he can operate in prophecy or tongues or any other gifts. That I doesn't mean that is not important, but that is not the criteria of spiritual maturity in Christ. നിങ്ങൾ എന്തുമാത്രം ശുശ്രൂഷ ചെയ്യുന്നു, നിങ്ങളുടെ കൊടുക്കൽ വാങ്ങുകളിൽ, നിന്റെ പ്യൂരിറ്റിയിൽ, നിങ്ങളുടെ സ്നേഹത്തിൽ, അവിടെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ പക്വത. നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവണം ആത്മീയ പക്വത. നമുക്ക് വേറൊരു വചനം നോക്കാം.
തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം മുതൽ. ബട്ട് ഇഫ് ഐ എം ഡിലേഡ്, I write so that you may know how you ought to conduct yourselves in the house of God, which is the church of the living God, the pillar and ground of truth. തിമോത്തിക്ക് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതി പറയുകയാണ്, തിമോത്തി, ഞാൻ വരാൻ ചിലപ്പോൾ താമസിച്ചാലും ഞാൻ നിന്നെ ഈ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നീ സഭയിൽ പ്രസംഗിക്കുകയും അതവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും ചെയ്യണമെന്ന്. പ്രിയരെ, സഭ എന്ന് പറയുന്നത് തോന്നിവാസം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടത്താൻ കഴിയുന്ന ഒന്നല്ല. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ദ പില്ലർ ആൻഡ് ഗ്രൗണ്ട് ഓഫ് ട്രൂത്ത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയാം, ഞാൻ വരാൻ താമസിച്ചാൽ, in case I am delayed, make sure that you take care of all these things. Make sure that you teach them how a person is supposed to be. ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് നീ പറഞ്ഞു കൊടുക്കണം. ഒരു ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് നീ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ എങ്ങനെയായിരിക്കണമെന്ന് നീ പറഞ്ഞു കൊടുക്കണം. സുവിശേഷകർ, ശുശ്രൂഷ ചെയ്യുന്നവർ, ഡീക്കൻസ്, ബിഷപ്സ്, അവരെങ്ങനെയായിരിക്കണമെന്ന് നീ പറഞ്ഞു കൊടുക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് ദി ഗ്രൗണ്ട് ആൻഡ് പില്ലർ ഓഫ് ട്രൂത്ത്. യു കനോട്ട് കണ്ടക്ട് ദ ചർച്ച് ദ വേ ദാറ്റ് യു വാണ്ട്, ബട്ട് ഇറ്റ് ഹാസ് ടു ബി ഫിൽഡ് വിത്ത് ദ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി കണ്ടക്റ്റഡ് ഇൻ എ പെർട്ടിക്കുലർ വേ വിച്ച് ഹാസ് ബീൻ റിവീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ടു അപ്പോസ്റ്റൽ പോൾ. അപ്പോസ്തലനായ പൗലോസിന് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന രീതിയിൽ വേണം സഭ നടക്കാൻ. അപ്പോസ്തലനായ പൗലോസ് വേണമെങ്കിൽ അദ്ദേഹത്തിന് വന്നതിന് ശേഷം ഈ പ്രമാണങ്ങളെ കൊടുക്കാമായിരുന്നു. ബട്ട് ഹി വാസ് ഇൻ റെഡി ടു ടേക്ക് ദാറ്റ് റിസ്ക് ബിക്കോസ് ഇറ്റ് വാസ് വെരി ഗ്രേറ്റ് നീഡ് ഓഫ് ഹിം ടു സീ ദാറ്റ് ദ ചർച്ച് കണ്ടക്ട് ഇറ്റ്സെൽഫ് ഇൻ എ വേ ദാറ്റ് ഈസ് പ്ലീസിങ് ടു ദി ഐസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ഓരോ വ്യക്തികളും, മുതലാളി ആയിക്കോട്ടെ, തൊഴിലാളി ആയിക്കോട്ടെ, കുടുംബം എങ്ങനെയായിരിക്കണം എന്നായിക്കോട്ടെ, സഭ എങ്ങനെയായിരിക്കണം എന്നായിക്കോട്ടെ, അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കാലഘട്ടങ്ങൾ എത്ര കടന്നു പോയാലും, മോഡേൺ എറ എത്ര വന്നാലും, our job as believers is to stick ourselves to the word of God. എങ്ങനെയെങ്കിലും ജീവിക്കാൻ പ്രമാണമില്ല. ഈ പ്രമാണത്തിനനുസരിച്ച് നമ്മളെ തന്നെ പാകപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നോബഡി ഈസ് പെർഫെക്റ്റ്, നോബഡി ക്യാൻ ബിക്കം പെർഫെക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനെ അനുസരിക്കാതിരിക്കാൻ വകുപ്പില്ല. വി ഡോണ്ട് ഹാവ് ദാറ്റ് പോസിബിലിറ്റി. വി ഓൾവേസ് മസ്റ്റ് ബി ട്രൈയിങ് ourselves to align with the word of God. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. God bless you. Amen.